ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ മോരുചാറ് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച അരപ്പുമിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിൽ ചൂടായതിനു ശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ പൊട്ടിയതിന് ശേഷം ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും ഇട്ട് നല്ലോണം മൂപ്പിക്കുക. നമ്മുടെ പൈനാപ്പിൾ മോരുചാറ് റെഡിയായി.